ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ ചാനലായ മീ ആൻഡ് വി ട്രാവൽ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് പോർച്ചുഗലിലെ അൽഗാർവ് റീജിയൻ. നമ്മളിപ്പോൾ ഈ ബോട്ട് റൈഡ് എടുക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു മനോഹരമായ ഒരു നാച്ചുറൽ വണ്ടറായിട്ടുള്ള ബെനഗൽ കേവ് കാണാനാണ്. ബെനഗൽ കേവ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല, പക്ഷെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം. വിൻഡോസിൻ്റെ വാൾപേപ്പറായിട്ട് വരുന്ന ആ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നമുക്ക് അത് കാണാൻ ഈ ബോട്ട് യാത്രയും മെഡിറ്ററേനിയൻ സീയിലൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം. നമ്മളിപ്പോൾ ഒരുപാട് എക്സൈറ്റഡാണ്. നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ പോകാം. നമ്മൾ 3 ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചുറ്റിലുമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. യാത്രയിലെ അനുഭവങ്ങളും പരിചയപ്പെടുന്ന ആൾക്കാരും ഒരു രാജ്യം എങ്ങനെയാണെന്നും ടൂറിസ്റ്റ് എങ്ങനെയാണ് ആ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾക്ക് എന്നാലാകുന്ന വിധം ഞാൻ പറഞ്ഞു തരാം. അപ്പം തെറ്റുകുറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത് ആദ്യത്തെ വീഡിയോ ആണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ നമുക്ക് യാത്ര തുടങ്ങാം. Do you miss me at all? Do you think about the things we used to do? No, you couldn't stand tall. So why didn't you call? So many years has gone by, but I think about you all the time. Looks like you're changing and all, but why didn't you call? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോർച്ചുഗീസ് പൈറേറ്റ്സ്, പോർച്ചുഗീസുകാരുടെ യുണീക്ക് ഗ്ലിംസ് ആയിട്ടുള്ള അവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഷിപ്പ്. അത് നിങ്ങൾ പക്ഷേ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും. ഇംഗ്ലീഷ് സിനിമകളിലും മലയാള സിനിമകൾ പറയുകയാണെങ്കിൽ മരക്കാറ് പോലുള്ള സിനിമകളിൽ ഈ ഷിപ്പ് കാണിക്കുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഷിപ്പ് യൂസ് ചെയ്തിരുന്നത് പോർച്ചുഗീസ് പൈറേറ്റ്സ്, പോർച്ചുഗീസ് കടൽ കൊള്ളക്കാരും പിന്നെ ലോകപ്രശസ്ത യാത്രികരായിട്ടുള്ള ഫെർഡിനാൻഡ് മഗല്ലനും വാസ്കോ ഡ ഗാമയും ലോകം ചുറ്റി സഞ്ചരിക്കാനും അവരുടെ കടലിലെ സാഹസികതയ്ക്കും ഉപയോഗിച്ച ഒരു മനോഹരമായൊരു ഷിപ്പായത്. ഈ ഷിപ്പിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ വളരെ വളരെ വേഗതയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും കൊണ്ടായി ഈ ഷിപ്പ് മറ്റുള്ള ഷിപ്പിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാക്കുന്നത്. ഇപ്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഷിപ്പ് ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഒരുപാട് ടൂറിസ്റ്റിനായിരിക്കാം ഈ ഷിപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ പോർച്ചുഗീസ് പതാക ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ട്. ഒരുപാട് അതിൽ യാത്രികരുണ്ട്. പുറകിൽ നിന്ന് 2 വള്ളങ്ങൾ ഇങ്ങനെ അവർ വലിച്ചുകൊണ്ട് പോകുന്നു. അതിൻ്റെ പുറകിൽ 2 പേര് കയാക്ക് ചെയ്ത് പോകുന്നു. എനിക്ക് തോന്നുന്നു ഇതൊരിപ്പോൾ ഒരു ടൂർ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഷിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും വളരെ 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 മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കണ്ണിലിങ്ങനെ കാണുമ്പോൾ മെഡിറ്ററേനിയൻ സീയും ആ നീലക്കടലിൽ കൂടെ ഇങ്ങനെ ആ തടികൾ കൊണ്ടുള്ള ആ മനോഹരമായ ഐക്കോണിക് ആയിട്ടുള്ള ഷിപ്പ് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. കുറച്ച് നേരം നോക്കിയിരുന്നു, നമ്മൾ ഒരുപാട് ചിത്രങ്ങളും എടുത്തു. അപ്പോൾ നമുക്കിനി അടുത്ത കേവ് കാണാൻ നമുക്ക് അങ്ങോട്ട്. Just want you in my possession. Never giving up, no fight. Not letting you out of my sight. Never giving up this time for real. Oh, wake up, break up. Wake up, break up. Never giving up, no fight. അങ്ങനെ നീണ്ട 15-20 മിനിറ്റുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആദ്യത്തെ കേവിലേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ കേവിന് പറയുന്ന പേര് ബാറ്റ്മാൻ കേവ്. നിങ്ങൾക്കിപ്പോൾ കാണാം ആ റോക്ക് ഫോം ചെയ്തിരിക്കുന്ന രീതിയും അതിനടിയിൽ കൂടെ ഇങ്ങനെ കടൽ ഒഴുകുന്നതും എല്ലാം വളരെ മനോഹരമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം വീഡിയോയിൽ എത്രത്തോളം മനോഹരമാണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ കണ്ണിൽ കാണുന്നതിൻ്റെ ആ ഒരു ഫീലുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗൈഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ക്ലിഫ്സും കേവ്സും എല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളത്തിനടിയിലായിരുന്നു. പ്രകൃതിയുടെ മാറ്റങ്ങളും കാലഘട്ടത്തിനുണ്ടായ മാറ്റങ്ങളും കാരണം ഈ ക്ലിഫ്സും എല്ലാം വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് നമുക്കെല്ലാം കാണാനും ആസ്വദിക്കാനും
പറ്റുന്നു. നമുക്കിപ്പോൾ എല്ലാ കേവ്സിലോട്ടും ക്ലിപ്സിലോട്ടും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. കാരണം അത് നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കുന്നു ഇവിടുത്തെ പോർച്ചുഗീസ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കിങ്ങനെ ബോട്ടിലൂടെ ഇങ്ങനെ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കടന്നു പോകാം, നമുക്ക് എൻജോയ് ചെയ്യാം. നശിപ്പിക്കപ്പെടാതെ പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ ഇങ്ങനെ അവർ സൂക്ഷിക്കുന്നു. അതുതന്നെ ഈ രാജ്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. ഒരു യാത്രകളും അവസാനിക്കുന്നില്ല, യാത്രകളെല്ലാം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയും. എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ സൈനിങ് ഓഫ്. Giving up no fight.